ഹായ് ഫ്രണ്ട്സ്, ടെക്സോണിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡോൾബി അറ്റ്മോസ് ആംപ്ലിഫയർ നമുക്ക് അസംബിൾ ചെയ്തെടുക്കാൻ സാധിക്കുമോ? പലർക്കും ഉള്ളൊരു ഡൗട്ടാണ്. ഞാനിപ്പോൾ തമ്പനെയിൽ കൊടുത്തിട്ടുണ്ട് അറ്റ്മോസ് ആംപ്ലിഫയർ അറ്റ് 6500. അത് വേറൊന്നുമല്ല, കുറച്ച് ദിവസം മുമ്പ് നമ്മളെ ഒരാൾ കോൺടാക്ട് ചെയ്തിട്ട് ചോദിച്ചതാണ്. എൻ്റെ കയ്യിൽ 6500 രൂപ ബഡ്ജറ്റ് ഉണ്ട്, ഒരു അറ്റ്മോസ് ആംപ്ലിഫയർ അസംബിൾ ചെയ്ത് തരാമോ എന്ന്. അപ്പോൾ ഈ ഒരു ഡൗട്ട് പലർക്കും ഉണ്ട്, അറ്റ്മോസ് ആംപ്ലിഫയർ അസംബിൾ ചെയ്തെടുക്കാൻ സാധിക്കുമോ? അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഇനേബിൾ ആക്കിയിടുക. ഓഡിയോ നോയ്സ് റിഡക്ഷൻ, ഓഡിയോ എൻകോഡിംഗ്, അതുപോലെ ഓഡിയോ കംപ്രഷൻ, ഇതിലൊക്കെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഡോൾബി ലബോറട്ടറീസ് എന്ന് പറയുന്നത്. 1965 ലണ്ടനിലാണ് ഈ ഒരു സ്ഥാപനം ആരംഭിച്ചത്. ചുരുക്കി പറഞ്ഞാൽ ഓഡിയോ അതുപോലെ വിഷ്വൽ എക്സ്പീരിയൻസ് എങ്ങനെ ബെറ്റർ ആക്കാം അതിനെക്കുറിച്ചുള്ള പല ടെക്നോളജീസാണ് ഡോൾബി ലബോറട്ടറീസ് ഡെവലപ്പ് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് പല ടെക്നോളജീസ് അവർ ഇതുവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാവുന്ന പോലെ ഡോൾബി സറൗണ്ട്, ഡോൾബി ഡിജിറ്റൽ, ഡോൾബി പ്രൊലോജിക് 1, പ്രൊലോജിക് 2, ട്രൂ HD, അങ്ങനെ പല ടെക്നോളജീസും അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ടെക്നോളജി 2012 ഇൻട്രൊഡ്യൂസ് ചെയ്ത ടെക്നോളജിയാണ് ഡോൾബി അറ്റ്മോസ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ മൾട്ടി ഡയമെൻഷണൽ ഓഡിയോ എക്സ്പീരിയൻസ് നൽകുക എന്നതാണ് ഡോൾബി അറ്റ്മോസ് അല്ലെങ്കിൽ അറ്റ്മോസ് എന്ന ആ ഒരു ടെക്നോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇത്രയൊന്ന് അറിഞ്ഞിരിക്കാം. ഇനി ടോപ്പിക്കിലേക്ക് വരാം. ഡോൾബി അറ്റ്മോസ് ആംപ്ലിഫയർ അസംബിൾ ചെയ്തെടുക്കാവോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഇതാണ്. നിലവിലെ സാഹചര്യത്തിൽ അറ്റ്മോസ് ആംപ്ലിഫയറുകൾ നമുക്ക് അസംബിൾ ചെയ്തെടുക്കാൻ സാധിക്കില്ല. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, അറ്റ്മോസ് ഡീകോഡേഴ്സ് നമുക്കിപ്പോൾ ലോക്കലി അവൈലബിൾ അല്ല. ഡീകോഡർ എന്താണെന്ന് നിങ്ങൾക്കറിയാം, അൺനോൺ ഫോർമാറ്റിലിരിക്കുന്ന ഒരു ഡേറ്റയെ, അതായത് നമുക്ക് അറിയാത്ത ഫോർമാറ്റിലിരിക്കുന്ന ഒരു ഡേറ്റയും നോൺ ഫോർമാറ്റിലേക്ക്, നമുക്കറിയാവുന്ന അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസാണ് ഡീകോഡർ എന്ന് പറയുന്നത്. അപ്പോൾ നിലവിൽ നമുക്ക് അറ്റ്മോസ് ഡീകോഡർ അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ അറ്റ്മോസ് ആംപ്ലിഫയറുകൾ അസംബിൾ ചെയ്തെടുക്കാൻ സാധിക്കില്ല. ഇനി കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നമുക്ക് ഡോൾബി അറ്റ്മോസ് ഡീകോഡേഴ്സ് അവൈലബിൾ ആയേക്കാം. ഇനി അങ്ങനെ ഇറങ്ങിയാൽ തന്നെ അതിൻ്റെ പ്രൈസ് മറ്റൊരു ഫാക്ടറാണ്. ഈ രണ്ട് കാര്യത്തിന് ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഫ്യൂട്ടോകോഡീസ് എന്ന ബ്രാൻഡിൻ്റെ ഒരു 5 ഡീകോഡറാണ്. അതിൽ ഡോൾബി സറൗണ്ട്, അതുപോലെ പ്രൊലോജിക് 1, പ്രൊലോജിക് 2, ട്രൂ HD ഫോർമാറ്റുകളൊക്കെ സപ്പോർട്ടഡ് ആണ്. ആ ഒരു കിറ്റിന് ഏകദേശം 5000 മുതൽ, അല്ലെങ്കിൽ ആ ഒരു ഡീകോഡറിന് ഏകദേശം 5000 മുതൽ 10000 രൂപ പ്രൈസ് ഇപ്പോൾ തന്നെ ആവുന്നുണ്ട്. അത് മാത്രമല്ല, നേരത്തെ പറഞ്ഞ ടെക്നോളജി ട്രൂ HD അല്ലെങ്കിൽ സറൗണ്ട്, പ്രൊലോജിക്, ഇതൊക്കെ 1990-ലും അതുപോലെ 2006-ലും ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ടെക്നോളജികളാണ്. അപ്പോൾ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് അതിൻ്റെ കിറ്റുകൾ അല്ലെങ്കിൽ ഡീകോഡേഴ്സ് നമുക്ക് ലോക്കലി അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ 2012 ഇൻട്രൊഡ്യൂസ് ചെയ്ത അറ്റ്മോസിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ടെക്നോളജിയുടെ ഡീകോഡേഴ്സ് എന്ന് അവൈലബിൾ ആവുന്നോ, ഇനി അവൈലബിൾ ആയാൽ തന്നെ അതിൻ്റെ പ്രൈസ് എത്രയാണെന്നോ നമുക്ക് പറയാൻ സാധിക്കില്ല. 2012 ഇൻട്രൊഡ്യൂസ് ചെയ്തതാണോ ലേറ്റസ്റ്റ് എന്ന് കുറച്ച് പേരെങ്കിലും കരുതുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അന്വേഷിച്ചറിയാം, പല തിയേറ്ററുകളും, അതായത് നമ്മൾ ഫിലിം കാണാൻ പോകുന്ന വിഷ്വൽ എഫക്റ്റിനും അതുപോലെ സൗണ്ട് എഫക്റ്റിനും അത്രയേറെ ഇമ്പോർട്ടൻസ് നൽകുന്ന തിയേറ്ററുകളിൽ പോലും ഈ ഒരു അടുത്തിടയ്ക്കാണ്, 3-4 വർഷങ്ങൾ കൊണ്ടാണ് ഈ ഒരു ടെക്നോളജി ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ബ്രാൻഡഡ് ആയിട്ടുള്ള പല ഡിവൈസുകളും, മ്യൂസിക് സിസ്റ്റങ്ങളും അല്ലെങ്കിൽ സൗണ്ട് ബാറിലൊക്കെ ഈ അടുത്ത കാലത്താണ് അറ്റ്മോസ് ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്. ഇനിയും കുറച്ച് പേരിലെങ്കിലും ചെറിയൊരു ഡൗട്ട് നിലനിൽക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് പേരെങ്കിലും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ്? ഞാൻ അടുത്തുള്ള ഇലക്ട്രോണിക് ഷോപ്പിൽ ഒരു 5.1 ആംപ്ലിഫയർ കണ്ടിരുന്നല്ലോ. അതിൽ ഡോൾബി അറ്റ്മോസ് എന്ന് പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എൻഗ്രേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഡോൾബി അറ്റ്മോസിൻ്റെ ആംപ്ലിഫയർ അല്ലേ? ഞാനീ പറഞ്ഞു വരുന്നത് സോണി, പൈനിയർ, യമഹ, ഡെനോൺ അല്ലെങ്കിൽ മരാന്തസ് പോലുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള AV റിസീവറുകളെ കുറിച്ചൊന്നുമല്ല. നമ്മൾ കമ്പനിയിൽ കൊടുത്ത പോലെ 6500 7500 ഒക്കെ പ്രൈസ് വെച്ചിട്ടുള്ള അസംബിൾഡ് ആയിട്ടുള്ള ആംപ്ലിഫയറുകളെ കുറിച്ചാണ്. അങ്ങനെ ഏതെങ്കിലും ആംപ്ലിഫയർ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പിക്കുക അത് ഫേക്കാണ്. ഇനി ഇത് ഫേക്കാണെന്ന് ഉറപ്പിക്കാനുള്ള 2 മാർഗ്ഗങ്ങൾ കൂടി പറഞ്ഞു തരാം.
കൂടുതലായിട്ടും 5.1 ആംപ്ലിഫയറുകളിലാണ് ഇത്തരത്തിലുള്ള എൻഗ്രേവിങ്ങുകളൊക്കെ കാണുന്നത്. അപ്പം അറ്റ്മോസിലേക്ക് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ സ്പീക്കർ കോൺഫിഗറേഷൻ 5.1.2 അല്ലെങ്കിൽ 5.1.4 എന്നാണ്. അതായത് 2 ഓവർഹെഡ് സ്പീക്കേഴ്സ് വരും, അല്ലെങ്കിൽ 4 ഓവർഹെഡ് സ്പീക്കേഴ്സ് വരും. അപ്പം ഇത് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങളൊരു ആംപ്ലിഫയർ കാണുവാണെങ്കിൽ അതിൻ്റെ ബാക്ക് സൈഡിൽ സ്പീക്കർ ഔട്ട്പുട്ട് എടുക്കുന്ന ആ ഒരു പോർട്ടുകൾ നോക്കുക. 5.1.2 ആണെന്നുണ്ടെങ്കിൽ ടോട്ടൽ 8 സ്പീക്കറിലേക്കുള്ള കണക്ഷൻ അവിടെ കാണും, അല്ലെങ്കിൽ കണക്ഷൻ എടുക്കാനുള്ള പോർട്ടുകൾ അവിടെ കാണും. 5.1.4 ആണെന്നുണ്ടെങ്കിൽ 10 സ്പീക്കറിലേക്കുള്ള കണക്ഷൻ എടുക്കാനുള്ള പോർട്ടുകൾ അവിടെ ഉണ്ടോ എന്ന് നോക്കുക. ഇനി രണ്ടാമത്തേത് ആംപ്ലിഫയറിൽ ഡിജിറ്റൽ ഇൻപുട്ട്, അതായത് HDMI ഇൻപുട്ടോ അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ കോയാക്സിൽ ഇൻപുട്ടോ ഉണ്ടോ എന്ന് നോക്കുക. കൂടുതലായിട്ടും ഇത്തരത്തിലുള്ള ആംപ്ലിഫയറിൽ, അതായത് അസംബിൾഡ് ആയിട്ടുള്ള ആംപ്ലിഫയറിൽ നിങ്ങൾക്ക് നോക്കിയാൽ USB, അതുപോലെ ബ്ലൂടൂത്ത്, 3 സ്റ്റീരിയോ ഇൻപുട്ട്, ഒരു 5.1 DVD ഇൻപുട്ടേ കാണത്തുള്ളൂ. ഓക്കെ, പക്ഷേ ഡിജിറ്റൽ ഫോർമാറ്റുകൾ, ഡോൾബി അല്ലെങ്കിൽ DTS പോലുള്ള ഡിജിറ്റൽ ഫോർമാറ്റുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി HDMI ഇൻപുട്ടോ അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഇൻപുട്ടോ ഒക്കെ ആവശ്യമാണ്. അപ്പോൾ ഇത്തരത്തിലൊരു ആംപ്ലിഫയർ നിങ്ങൾ സ്റ്റിക്കർ ചെയ്തൊരു ആംപ്ലിഫയർ കണ്ടാൽ ഈ 2 കാര്യങ്ങൾ, അതിൻ്റെ ബാക്കിലുള്ള സ്പീക്കറിൻ്റെ പോർട്ടുകളും അതുപോലെ ഡിജിറ്റൽ ഇൻപുട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നും കൂടി ഒന്ന് നോക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ കൺക്ലൂഷൻ ഇത്രയേ ഉള്ളൂ. ഡോൾബി അറ്റ്മോസ് ആംപ്ലിഫയർ നിലവിൽ നമുക്ക് അസംബിൾ ചെയ്തെടുക്കാൻ സാധിക്കില്ല. അപ്പം അറ്റ്മോസ് സൗണ്ട് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ AV റിസീവർ തന്നെയാണ്. ഓക്കെ, പക്ഷേ നിങ്ങൾക്ക് അത്യാവശ്യം എമൗണ്ട് അതിൽ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. നമുക്കിപ്പോൾ ഓൺലൈനിലൊക്കെ പ്രൈസ് വെച്ച് നോക്കിയാൽ ഏറ്റവും ലോ കോസ്റ്റ് കാണിക്കുന്ന ഏകദേശം 40,000 രൂപയാണ്. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ AV റിസീവർ തന്നെ നോക്കുക. പിന്നെ AV റിസീവർ മാത്രം പോരാ, അതിനാപ്റ്റായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും തന്നെ ക്വാളിറ്റി ഉള്ള ബാക്കി സ്പീക്കേഴ്സും ബാക്കി ഡിവൈസുകളെല്ലാം തന്നെ വാങ്ങേണ്ടി വരും. ഡോൾബിയുടെ ഒരു ഒഫീഷ്യൽ സൈറ്റിൽ കയറി നോക്കിയാൽ കാണാം, ഓരോ സ്പീക്കേഴ്സിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റിന് വരെ ഓരോ ആംഗിൾ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും കൃത്യമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സൗണ്ട് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ആസ്വദിക്കാവുന്നതാണ്. പിന്നെ വരുന്നത് സൗണ്ട് ബാറുകളാണ്. ബ്രാൻഡഡ് ആയിട്ടുള്ള പല ഡിവൈസിലും ഇപ്പോൾ അറ്റ്മോസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് എത്രത്തോളം ബെറ്റർ ആയിരിക്കും എന്ന് എനിക്കറിയില്ല. കാരണം നമ്മളിപ്പോൾ AV റിസീവറിലാണെങ്കിൽ ഓരോ ഡൈമെൻഷനിലും സെപ്പറേറ്റ് ആയിട്ട് സ്പീക്കേഴ്സ് തന്നെയാണ് പ്ലേസ് ചെയ്യുന്നത്. പക്ഷേ സൗണ്ട് ബാറിൽ ഈ ഓവർഹെഡ് സ്പീക്കേഴ്സിനൊക്കെ പകരം പല ആംഗിളിലാണ് സ്പീക്കർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഈ സ്പീക്കറിൽ നിന്ന് വരുന്ന സൗണ്ട് വേവ് റിഫ്ലക്റ്റ് ചെയ്ത് ആ ഒരു ഓവർഹെഡ് സ്പീക്കേഴ്സിൻ്റെ എഫക്റ്റ് നൽകുമെന്നൊക്കെയാണ് ആ ടെക്നോളജിയിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ സൗണ്ട് ബാറുകൾ നോക്കാവുന്നതാണ്. പിന്നെ ഈ ഫോണിലൊക്കെ അറ്റ്മോസിൻ്റെ ആപ്ലിക്കേഷനൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയുമെന്ന് പല വീഡിയോകളും നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ കാണാം. പക്ഷേ അവിടെ ലോജിക്കലായിട്ട് ചെറിയ പ്രശ്നങ്ങളുണ്ട്. കാരണം നമ്മുടെ ഓൾമോസ്റ്റ് മിക്ക ഫോണിലും മോണോ സ്പീക്കറാണ് വരുന്നത്. ഒരു സ്പീക്കർ മാത്രമേ വരുന്നുള്ളൂ. അപ്പം ആ ഒരു സ്പീക്കറിൽ കൂടെയാണ് എന്തായാലും നമുക്ക് ഈ സൗണ്ട് കേൾക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. എത്രത്തോളം എഫക്റ്റീവ് ആവുമെന്ന് എനിക്ക് അറിയില്ല. ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പറയാനുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്കുകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ അതും കൂടെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നതുവരെ ബൈ.